ഇതെന്താ പപ്പടവും കാപ്പിയോ? ഇവിടെ എന്തെങ്കിലും ഒന്ന് തിന്നണ്ടേ? അതിന് എനിക്ക് പപ്പടം കണ്ട ചായ മാത്രമേ കിട്ടിയില്ല, വേറെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ലേ? ഇതെന്നെ ഈ പറയുന്ന മനുഷ്യ, എനിക്ക് അതിനുള്ള ശക്തി ഇല്ല. ഒരുത്തനാണ്ട് അതിനകത്ത് ഇരുന്ന് പട്ടിണി കിടക്കുന്നു. പട്ടിണിയാ? അവൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് അകത്തിരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുക. പട്ടിണി നടക്കണ ഒരു മോൻ. അവളാരവള്? എൻ്റെ അടുത്ത് അപ്ഡേറ്റഡ് ആവാനാ? ആരാണവള്? എടാ അവള് ഋഷഭ. എൻ്റെ അടുത്ത് അപ്ഡേറ്റഡ് ആവാൻ ഈ വീട്ടിൽ എൻ്റെ അത്ര അപ്ഡേറ്റഡ് ആയിട്ട് വേറെ ആരുണ്ടോ? ആരുമില്ല. അതുകൊണ്ടല്ലേ പുറത്തുനിന്ന് നിർത്തി വന്ന് പറഞ്ഞേ. ഞാനിരുന്നിട്ട് കിടക്കാൻ പോകണം. ആ പിന്നെ കിടക്കണം. അവിടെ ഇരുന്നാ അവിടെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. അതുവരെ എല്ലാവരുടെയും കിടപ്പും കൂടിയൊക്കെ ഇവിടെ തന്നെ. നിങ്ങളുടെ കൂടി സന്തതി അതിൻ്റെ അകത്ത് ഇരിക്കണത്. ആരാണ് അതിൻ്റെ അകത്ത് കയറി പോയേക്കണെന്നും കൂടെ അറിഞ്ഞൂടാ. ഇടയ്ക്കൊന്ന് മൂത്രം ഒഴിക്കാനൊക്കെ പോയിക്കോട്ടെ. അത് പറ്റില്ല. നീ അവിടെ ഇരിക്കും. നീ അടങ്ങി അവിടെ ഉറക്കുളച്ചിരിക്കും. എന്നാ കാപ്പി വേണ്ട, പപ്പടം മതി. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്നലെ നിങ്ങളെല്ലാരും ഇവിടെയാണോ കിടന്നേ? ആണെങ്കിൽ ചിലർക്ക് അങ്ങനെയാ. വേറെ കിടന്നാലും ഉറക്കം വരുള്ളൂ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്നാ പിന്നെ ഒറ്റയ്ക്ക് കിടന്നാ പോരെ. വാതിക്കൊന്നും മാറിക്കൊച്ചേ. അമ്മ കുറച്ച് ചൂടുവെള്ളം തരുമോ? എനിക്ക് ഭയങ്കര തൊണ്ടവേന. ഞാനാണെങ്കിൽ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതെന്താ ഉറങ്ങാത്തെ? അമ്മ സോറി കേട്ടോ, ഞാനേ ഇന്നലെ ഭയങ്കര ടെൻസ്ഡായിരുന്നു. ടെൻഷൻ അടിച്ചാൽ പിന്നെ എനിക്ക് പ്രാന്ത് കയറും. എല്ലാത്തിനും കാരണം അക്കുമോനാ. അക്കുമോനോ? അവനോട് ഞാനൊരു പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് പാടിത്തരാൻ പറഞ്ഞു. ഇത് പറഞ്ഞ കാലം മറന്നു. ഇത്ര കാലമായിട്ട് അവൻ ചെയ്തില്ല. ഇന്നലെ ഞാൻ അവൻ കൊണ്ട് ഇരുത്തി പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് പാട്ടും പാടിപ്പിച്ചിട്ടാ ഉറങ്ങാൻ പോയത്. അവൻ എങ്ങോട്ട് പോയേ? അല്ല, അവൻ എന്നോട് അവന്റെ റൂമിൽ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ ടെറസിലെങ്ങാനും പോയി കിടന്നു പോകുന്നു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിങ്കോൾഫി ഒന്നും ഇല്ല. ഡിങ്കോൾഫിയോ? അമ്മ വിചാരിക്കണ പോലെ ഒന്നുമില്ലാന്ന്. എനിക്കിപ്പം നമ്മുടെ ആകാശിനെ കുറിച്ച് നല്ലൊരു മതിപ്പ് തോന്നുക. എനിക്കും ഞാൻ വിചാരിച്ച പോലെ അല്ല അവൻ. അച്ഛൻ എന്താണ് വിചാരിച്ചത്? അവന് നല്ല സംസ്കാരമുണ്ട് ഇപ്പൊ. അപ്പൊ ഞങ്ങൾക്കൊന്നും സംസ്കാരമില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതല്ലടാ, ഇന്നലെ രാത്രിയിലെ അവൻ ആ പെങ്കൊച്ചിനെ ആ റൂമിൽ കിടത്തിയിട്ട് അവനെ കൊതുകടിയും കൊണ്ട് ടെറസിന്റെ മേളിൽ കിടക്കുമായിരുന്നു അല്ലേ? എന്ത് നല്ല മനസ്സാ അവന്റെ. പിന്നെ കൊതുകടി ഉള്ളവർക്കൊക്കെ നല്ല മനസ്സാ. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ തളയ്ക്കും മലക്കം പറയാൻ പറ്റുന്നു? ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ആ കുട്ടി ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു, മനസ്സ് ശുദ്ധമാക്കി. മനസ്സ് ശുദ്ധമാക്കിയില്ലേ? എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, 5-6 പെമ്പിള്ളേരെ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. എന്നിട്ട് ഞാൻ റൂമിൽ കിടന്നിട്ട് അവരെ ടെറസിന്റെ മുകളിൽ കിടത്താം. അപ്പൊ എനിക്കും സംസ്കാരം ഉണ്ടാവില്ലേ? എനിക്ക് സംസ്കാരം ഉണ്ടാവും. അമ്മേ സംസ്കാരം ഉണ്ടാവോ? അപ്പൊ എന്റെ സംസ്കാരം നീ അറിയും. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ പ്ലാൻ എന്താ? ഇവിടെ തന്നെ വെച്ചുറപ്പിക്കാനുള്ള പരിപാടിയാണോ? എടാ, ഞാൻ നമ്മുടെ ആകാശോട് തഞ്ചത്തില് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. തഞ്ചത്തിലും കുഞ്ചത്തിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ ഇറക്കി വിട്. ആ സംസ്കാരം ഉള്ളവൻ ഓർഡർ ചെയ്ത് ആ റൂമിനകത്തിരുന്ന് ഒറ്റയ്ക്ക് കയറ്റുക. എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും താ. എനിക്കിപ്പോ വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എടി, നീ പോയി ഇവൻ എന്തെങ്കിലും തിന്നാളിന് കൊടുക്കുക. കൂടെ 2 ദോശ എനിക്കും ഉണ്ടായിരിക്കുക. ഇതൊന്നും സംസ്കാരമുള്ള കുടുംബത്തിന് ചേർന്നല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉണ്ടാക്കി തരാവേ.